ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇടിഞ്ചക്ക വെച്ചിട്ടുള്ള ഒരു ചാറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വൈകുന്നേരത്തെ 4 മണി ചായയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. വേണമെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. എനിക്കിവിടെ ഒരു അരമുറി ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അരമുറി അവിടെ എടുത്ത് തോരൻ വെക്കാനായിട്ട്. അപ്പം ബാക്കി എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം ഇത് വെച്ച് ആ ട്രയൽ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് മുറിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ കത്തിയേലും എൻ്റെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ വരട്ടുകയാണ് കേട്ടോ. ഈ അരക്ക് കത്തിയേലും കയ്യേലും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യമേ ഒന്ന് വെളിച്ചെണ്ണ നല്ല പോലെ അങ്ങ് പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഇടിഞ്ചക്കയുടെ തൊലി അങ്ങ് കളഞ്ഞെടുക്കാം. തൊലി മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കണം. ഞാനിങ്ങനെ നടുവേ കീറി നീളത്തിൽ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തുള്ള ഞങ്ങളതിന് കൂഞ്ഞി എന്നാണ് പറയുക, എല്ലാ നാടുകളിലും എന്താ പറയണമെന്ന് അറിയത്തില്ല, ആ കൂഞ്ഞി ഒന്ന് മുറിച്ചങ്ങ് കളഞ്ഞേക്കണം കേട്ടോ. മുറിച്ച് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ കളയണ്ട. സാധാരണ നമ്മൾ ഇടിഞ്ചക്ക തോരനൊക്കെ വെക്കാൻ നേരത്ത് അത് മുറിച്ച് കളയാറില്ല. അപ്പോൾ ചില ആൾക്കാർ മുറിച്ച് കളയുമായിരിക്കും, എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരത് മുറിച്ച് കളയാറില്ല. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഭാഗം ഒന്ന് മുറിച്ച് കളയുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാനിതിനകത്ത് മുറിച്ച് കളഞ്ഞത് കണ്ടില്ലേ, അതുപോലെ കുറച്ചൊന്ന് മുറിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് അതിനെ ഒന്ന് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇതായി ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് മുഴുത്ത കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പോഴത്തേ അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഞാൻ നേരത്തെ എണ്ണ തേച്ചത് കൊണ്ട് കയ്യിലും കത്തിയിലും ഒന്നും ഒട്ടും അരക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാനിതാണ്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കയുണ്ടല്ലോ, അതിനെ ഒരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിനെ കഴുകത്തൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ ചക്ക പുഴുങ്ങാൻ വേണ്ടി അരിയൊക്കെ ചെയ്യുമ്പോൾ കഴുകാറില്ലല്ലോ. അതുപോലെ ഇടിഞ്ചക്കയാണെന്നുണ്ടെങ്കിലും ഞാൻ കഴുകാറില്ല കേട്ടോ. അതിന് ചില ആൾക്കാർ കഴുകുമായിരിക്കും. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം. എന്നുവെച്ചാൽ അതിൻ്റെ തൊലിയും സംഭവങ്ങളൊക്കെ കളഞ്ഞതാണല്ലോ, പിന്നെ അത് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വേവിക്കാനായിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അധികമൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഈ ചക്കയുടെ ചക്ക കിടക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചാലും മതി. ഒരു അര ഗ്ലാസ്സോ ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഒരൊറ്റ വിസിലടിച്ചാൽ മതി ഇത് വേവാനായിട്ട്. അപ്പോൾ അതൊന്ന് അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും മഞ്ഞൾപ്പൊടി എന്ന് ഈ ചക്കയുടെ എല്ലാ ഭാഗത്തും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലപോലെ കുടഞ്ഞിടാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. ഇളക്കി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് മിക്സായി വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ഇളക്കി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് നമുക്ക് ഒരു വിസിലടിച്ച് വേവിപ്പിക്കാം. ഒരു വിസിൽ മാത്രം മതി കേട്ടോ. ഒരു വിസിലടിച്ച് കഴിയുമ്പോഴേക്കും ഓഫ് ചെയ്യണേ. കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. വെന്തളിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. കുക്കറിലല്ലാതെ ചുമ്മാ ചെരുവത്തിലിട്ട് പുഴുങ്ങിയെടുക്കാനാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ കുക്കറാണെങ്കിലും വിസിലടിച്ചിട്ട് ഞാനിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞപ്പം അതങ്ങ് ഞെങ്ങുകൊണ്ട് അമങ്ങി നമുക്ക് അതങ്ങ് വിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കുക്കറിലല്ലാതെ ചെരുവത്തിൽ വെച്ച് ചുമ്മാ പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പാകത്തിനായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്. വാങ്ങിയെടുത്തിട്ട് ഇതാണ്ട് ഞാനിതൊരു അരിപ്പ പാത്രത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ. വെള്ളം ഒന്ന് നല്ലപോലെ വാർന്ന് കിട്ടണം. അതിനായിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ വെള്ളം അങ്ങ് മാർന്ന് കിട്ടിക്കോളും. അതിനുശേഷം ഇതിനെ കുറച്ച് മുഴുത്ത ഒരു ചെരുവത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാനൊക്കെ ഉണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 250 ml കപ്പിൽ ഒരു അര കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് എന്ന് പറയുമ്പം നമ്മുടെ വറ്റൽമുളക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയത്, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുകയാണ്. ഇത് കുഴച്ചെടുക്കാൻ നേരത്ത് കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി ഇങ്ങനെ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കട്ട പോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വിരൽ വെച്ചിട്ട് അങ്ങ് ഞെക്കി ഉടച്ച് എടുക്കാവുന്നതാണ്. ഇനിയിപ്പം നമ്മളുടെ പൊട്ടറ്റോ സ്മാഷറോ ഗ്ലാസ്സോ അങ്ങനത്തെ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് വല്ലാതെ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇത് ഒരുവിധം നന്നായിട്ട് കുഴച്ച് കഴിയുമ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പും മുളകുമൊക്കെ പാകത്തിനാണോ എന്ന്. അപ്പോൾ എനിക്കിവിടെ ഉപ്പും മുളകും ഒക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂണും കൂടെ ഉപ്പും ചേർത്ത് കൊടുത്തു. കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. എല്ലായിടത്തും ഒന്നും ചക്കയൊന്നും മൂത്ത് വന്നിട്ടുണ്ടാവത്തില്ല ഈ ഒരു സമയം.
അപ്പം മിക്കവാറും സ്ഥലങ്ങളിൽ ഇടിഞ്ചക്ക ഇടുക്കി ഉണ്ടാവും. ഒത്തിരി ചക്കയൊക്കെ ഒരുമിച്ച് കായ്ച്ച് കിടക്കുന്നതൊക്കെ ചിലരൊക്കെ പറിച്ച് കളയുന്നൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ളപ്പം ഈ ഒരു ഇടിഞ്ചക്കയുടെ പാകത്തിന് പരുവത്തിനായി കഴിയുമ്പം അത് പറിച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ചക്കപ്പുഴുക്കിന് പകരമായിട്ട് കഴിക്കാം, വൈകുന്നേരത്തെ ചായയ്ക്ക് പകരമായിട്ട് കഴിക്കാം, വേണമെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ ഒരു കറി പോലെയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. എല്ലാവർക്കും ഇത് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൂടി ചെയ്തേക്കണം കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കാണണം. ഓക്കെ, ബൈ ബൈ.